യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ ആത്മാർത്ഥതയോടെയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ വിഷയത്തിൽ ട്രംപിന് റഷ്യയുടെ പിന്തുണയുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഡിബേറ്റിലാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു, വിശദാംശങ്ങൾ. ന്യൂയോർക്ക് എയർപോർട്ടിൽ നടന്ന സംഭവം ഉണ്ടല്ലോ മധു, അതും കൂടി ചോദിക്കണമല്ലോ. അവിടെ അതായത് എയർ ഇന്ത്യ നമ്മുടെ ജേതാക്കൾക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളെ മാറ്റി അവർക്ക് അവസരം കൊടുത്ത ഒരു പരാതി വന്നല്ലോ. അപ്പോൾ ന്യൂയോർക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ പ്രശ്നം അവസാനിച്ചോ? അത് സംബന്ധിച്ച് നമ്മുടെ സിവിൽ ഏവിയേഷൻ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതൊരു വലിയൊരു പ്രതിഷേധമൊന്നും അല്ലായിരുന്നു. യാത്രക്കാരെയൊക്കെ ന്യൂയോർക്കിലെ കെന്നഡി എയർപോർട്ടിൽ നിന്ന് അവര് പകരം വിമാനത്തിൽ കയറ്റിവിട്ടു. എന്നാൽ ചില യാത്രക്കാർക്ക് കൃത്യമായ വിവരം ലഭിച്ചില്ല. അതായിരുന്നു ഒരു പരാതിയായിട്ട് വന്നത്. എന്നിരുന്നാൽ തന്നെ ഇന്ത്യ ലോക ജേതാക്കളായതുകൊണ്ട് ഈ പറഞ്ഞ യാത്രക്കാരിൽ ബഹുഭൂരിപക്ഷവും അതൊരു സന്തോഷത്തോടു കൂടിയാണ് തീരുമാനം എടുത്തത്. പക്ഷേ എയർ ഇന്ത്യയുടെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്ക്, അവർക്ക് പകരം ഒരു വിമാനം ഇല്ലെങ്കിൽ നിയമപ്രകാരം ഈ ഷെഡ്യൂൾ ചെയ്ത വിമാനം യാത്ര തിരിച്ചു വിടുവാൻ പറ്റത്തില്ല. മധു, ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരട്ടെന്നാണോ പുടിൻ പറയാതെ പറയുന്നത്? തീർച്ചയായിട്ടും ഡൊണാൾഡ് ട്രംപും നമ്മുടെ വ്ളാദിമിർ പുടിനും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ്. അതുപോലെ തന്നെ കിം ജോങ്ങുമായിട്ടും ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ 2 വർഷമായി പറയുന്നത് US പ്രസിഡന്റ് താനായിരുന്നെങ്കിൽ ഒരിക്കലും യുക്രൈൻ യുദ്ധം സംഭവിക്കുകയില്ലായിരുന്നു എന്നാണ്. ഏറ്റവും ഒടുവിൽ US പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പ്രസിഡന്റ് ജോ ബൈഡനെ ഒരുപാട് പഴിചാരുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ജനുവരിയിൽ അധികാരം ഏറ്റെടുക്കും മുമ്പ് തന്നെ ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. ട്രംപിന്റെ ഈ വാക്കുകൾ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മുഖവിലയ്ക്ക് എടുത്തിരിക്കുകയാണ്. ട്രംപിന്റെ വാക്കുകളിൽ ആത്മാർത്ഥത കാണുന്നുവെന്നും താൻ അതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഇന്നലെ കസാക്കിസ്ഥാനിൽ ഒരു റീജിയണൽ സെക്യൂരിറ്റി കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് ഇത് പറഞ്ഞത്. ഈ ഒരു കാര്യം നടപ്പിലാക്കുവാൻ ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ നീക്കങ്ങൾക്കും റഷ്യയുടെ പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപിന്റെ മനസ്സിലുള്ള പ്രപ്പോസൽ എന്താണെന്ന് അറിയില്ല എന്ന് പുടിൻ പറഞ്ഞു. നേരത്തെ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയ റഷ്യക്ക് നൽകിക്കൊണ്ടുള്ള ഒരു സമവായ ഫോർമുലയാണ് മനസ്സിലുള്ളതെന്നാണ്. ഇത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ് പുറത്തു കൊണ്ടുവന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ ഒരു വിരട്ടലിന്റെ രീതിയാണ് ട്രംപിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അതായത് യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ US യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് പൂർണ്ണമായും നിർത്തിവെക്കും. ഓക്കെ മധു, മറ്റൊരു കാര്യം, ഇന്നലെ അതായത് അമേരിക്കയിൽ ജൂലൈ 4, ഇന്ന് നമുക്കാണ് ജൂലൈ 5. അവിടെ സ്വാതന്ത്ര്യദിനമായിരുന്നല്ലോ, ഇൻഡിപെൻഡൻസ് ഡേ. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമേരിക്കയുടെ ജന്മദിനമാണ് ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. 1776 ജൂലൈ 4 ഈ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷനിൽ തോമസ് ജെഫേഴ്സൺ ഒപ്പുവെക്കുന്നത്. അമേരിക്കയിൽ ഈ സ്വാതന്ത്ര്യദിനം രാവിലെയൊക്കെ പരേഡുകളും രാത്രിയിൽ ഇപ്പോൾ ഈ ഫയർ വർക്ക്സ് അമേരിക്കയുടെ എല്ലാ നഗരങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. സന്തോഷമായിട്ടിരിക്കുക, അതല്ലേ നമുക്ക് പറയാൻ പറ്റൂ.